Audio Jungle. Audio Jungle. മോർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ അച്ചുകുട്ടന് ഒരു ദിവസം സ്കൂളില്ലാഞ്ഞ അന്ന് ഈ വർഷത്തെ ആദ്യത്തെ ഫുഡ് വെക്കലുണ്ടെന്ന് വെച്ചാൽ റൈസും ബീഫ് കറി. അപ്പോൾ ഞങ്ങൾ റൈസും ബീഫ് കറിയാണ് ഇന്ന് വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ റൈസൊക്കെ വെള്ളം തിളപ്പിച്ച് നല്ലപോലെ അരിയിടാൻ വേണ്ടി അരി കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് ഇത് ചോപ്പർ വാങ്ങിച്ചായിരുന്നു. ചോപ്പറിനകത്ത് അപ്പോൾ അതേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചോപ്പ് ചെയ്തെടുത്ത്. അപ്പോൾ ബീഫ് കഴുകിയൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ അതിലോട്ട് എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് പിന്നെ സവാളയും കൂടി ഇട്ട് നല്ലപോലെ കൈ കൊണ്ട് തിരുമ്മുക വേണ്ട. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ തിരുമ്മി വേവിക്കാൻ വയ്ക്കുവാണ്. അപ്പോൾ എരിവെള്ള മുളക് പൊടിയാണ്. അപ്പോൾ ബീഫ് കറി ഞാൻ എപ്പോഴും വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചത്. അപ്പോഴത്തേക്കും റൈസ് വെന്തായിരുന്നു. റൈസ് ഞാനപ്പോൾ സെപ്പറേറ്റ് വെള്ളത്തിൽ അരി കുതിർത്തി വേവിച്ചെടുത്ത് പിന്നെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ കുക്കറൊക്കെ വെച്ചു. അപ്പോൾ ഇനി അരി ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടിയായിരുന്നു. അപ്പോൾ ആദ്യം റൈസ് ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിൻ്റെ പുറത്തോട്ട് കുറച്ച് ചോറ് ഇട്ട്. പിന്നെ ഒരു വെറൈറ്റിക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പൈനാപ്പിൾ ഇടുന്നുണ്ട് കേട്ടോ. ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്, വേറെ എസൻസ് ഒന്നും ആയിട്ട് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചായിരുന്നു. അപ്പോൾ പൈനാപ്പിളും കൂടി ഇട്ട് പിന്നെ നമ്മൾ നോർമലി വയ്ക്കുന്ന ആ ഒരു ഇതിൽ തന്നെ കാഷ്നട്ടും കിസ്മിസും വറുത്ത് അങ്ങനെയാണ്. അപ്പോൾ ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ബീഫ് കറിയും കൂടി വെക്കണം. നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ ഒരു തുറന്ന് കഴിഞ്ഞപ്പോൾ. ആ പൈനാപ്പിളിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ നെയ്യൊക്കെ ഒഴിച്ച് അടച്ച് വെച്ചു. പിന്നെ ബീഫ് കറി വയ്ക്കാം. ബീഫ് കറി ഞാൻ എപ്പോഴും വെക്കുന്ന കണക്ക് തന്നെയാണ് കേട്ടോ വെച്ചാൽ. അപ്പോൾ ബീഫ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഇട്ട കാരണം പിന്നെ തക്കാളി വാട്ടി അതിലോട്ട് പൊടികളൊക്കെ ഇട്ടാണ് ചെയ്തത്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് വയ്ക്കണം. ഇപ്പോൾ 1 മണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ആ സമയപ്പോൾ ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ട് കയറിയത്. അപ്പോൾ അമ്പ് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് വേഗം വെച്ചെല്ലാം റെഡിയാക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.